കാണിച്ചപ്പോ മിസ്റിന്റെ മക്കളാകെ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. അവർക്ക് അത്രമാത്രം സ്നേഹമാണ് പ്രിയപ്പെട്ട ബീവിയോട്, അത്രമാത്രം പ്രേമമാണ് പ്രിയപ്പെട്ട ബീവിയോട്. കാരണം എന്തേ? അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ കിട്ടുമോ? റബ്ബ് പറയുന്ന പോലെ കേൾക്കാതിരുന്നാൽ കിട്ടുമോ? റബ്ബ് പറയുന്നതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ കിട്ടുമോ? നഫീസ ബീവി പാതിരാത്രി മുഴുവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഖബർ ഒഴിച്ചു വെച്ച് അല്ലാഹ്ക്ക് വേണ്ടി കരഞ്ഞുപോയ മഹദിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുതിയ കടവിലുള്ള ഉമ്മ, സമയമായിട്ടില്ല, സമയം കഴിഞ്ഞെന്ന് കരുതണ്ട. ഒരുപാട് സിനിമ കണ്ടുപോയല്ലോ റബ്ബേ, ഒരുപാട് ഹറാം കണ്ടുപോയല്ലോ റബ്ബേ, പൊറുത്തു തരണേ അല്ലാ, പൊറുക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഉമ്മ. മദീനയിൽ തടിച്ചൊരു സ്ത്രീ മരണപ്പെടുകയാണ്, മദീനയിൽ തടിച്ചൊരു സ്ത്രീ മരണപ്പെടുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മാനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കുളിപ്പുരയിലേക്ക് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് തന്നെ 4 സ്ത്രീകളാണ് കുളിപ്പുരയിലോട്ട് കടന്നു ചെല്ലുക. ആ 4 പെണ്ണുങ്ങളും ആ കുളിപ്പുരയിൽ നിന്ന് ഇറങ്ങിയോടി. ആളുകൾ ചോദിച്ചു, നിങ്ങളെന്താ നിങ്ങൾ കുളിപ്പിക്കാതെ, ആ പെണ്ണിനെ കുളിപ്പിക്കാതെ ഇറങ്ങി ഓടിയത് എന്തിനാ? ആളുകളെല്ലാം ചോദിച്ചപ്പോ ആ 4 പെണ്ണുങ്ങളും സങ്കടത്തോടെ പറയാൻ തുടങ്ങി, വെളുവെളുത്ത മനോഹരമായ മഞ്ചുള്ള പ്രിയപ്പെട്ട ഉമ്മ, ഓ കുളിപ്പുരയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയത് ഓ പ്രിയപ്പെട്ട ഉമ്മാനെ കുളിപ്പിക്കാൻ വേണ്ടിയാ. കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മാന്റെ ശരീരത്തിലുള്ള വസ്ത്രം അങ്ങ് മാറ്റിയപ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ ശരീരമാകെ പാമ്പുകളാണ്, തേളുകളാണ്. ഉമ്മാന്റെ ശരീരം മുഴുവനും പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചെറുതും വലുതുമായ പാമ്പുകൾ ഉമ്മാനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മാനെ കുളിപ്പിക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെങ്ങളുടെ ജീവിതം എന്തെന്നറിയോ? ഡാൻസ് ചെയ്തുകൊണ്ട് ആസ്വാദനത്തിന്റെ നൃത്തം ചവിട്ടിയിട്ടോ ആളുകളായ നാട്ടുകാരായ ചെറുപ്പക്കാരെ ഹറാമിലേക്ക് കൊണ്ടുപോകാം, ഹറാമിയത്തിലേക്ക് ക്ഷണിക്കാൻ, വൃത്തികേടിലേക്ക് ക്ഷണിക്കാൻ പാത്രീഭൂതരായ ആ പെണ്ണ് മരിച്ചപ്പോയേക്ക് ശരീരമാകെ പാമ്പ് ചുറ്റി വരിഞ്ഞു മുറുക്കിപ്പോയെങ്കിൽ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. പിഠായി തെരുവിന്റെ വൈത്താരകളിലൂടെ നടന്നു പോകുമ്പോ, കോഴിക്കോട് സിറ്റിയിലുള്ള പ്രദേശങ്ങളിലൂടെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന നാടിലൂടെ നടന്നു പോകുമ്പോ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഉമ്മ, മനോഹരമായ ആസ്വാദനത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ചെറുപ്പക്കാര് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്, ശരീരത്തിന്റെ ഭംഗി കാണിച്ചു കൊടുത്തുകൊണ്ട്, അല്ലാഹയെ മറന്നുകൊണ്ട് നടക്കുമ്പോ മരിച്ചു പോയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? പാപ്പമാര് കടലോരത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലാഹുവേ ഞാൻ പണിക്ക് പോയിട്ടില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയാകുമല്ലോ എന്ന് കണ്ടുകൊണ്ട്, ജീവിതത്തിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട്, പാതിരാത്രി പോലും മഴയും കാറ്റും കോളും വകവെക്കാതെ, പാതിരാത്രി പോലും ആയക്കടലിലേക്കോ അതുപോലെയുള്ള മൈഷത്തിന്റെ വർത്തമാനങ്ങളിലേക്കോ പോകുമ്പോ അടിച്ചു പൊളിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രതിജ്ഞ എടുത്തോ, അതൊരിക്കലും തന്നെ നന്മയല്ല, ഒരിക്കലും തന്നെ നന്മയല്ല. ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകും. അല്ലാഹുവാണ് കൽബിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത്, അല്ലാഹുവാണ് കൽബിൽ നമ്മൾ ആസ്വാദനം കൊടുക്കേണ്ടത്. റബ്ബുമായിട്ടുള്ള ബന്ധം, അല്ലാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞിട്ടുണ്ടോ? പ്രയാസമാ, നൊമ്പരമാ, സങ്കടമാണ്. അല്ലാഹുവേ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണ ഭൂമിയിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോ ബഹുമാനപ്പെട്ട സുമൈറ ബിൻത് ഖൈസ് എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകൾക്ക് ഉച്ചയിസ്തരം മറുപടി കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട 2 പൊന്നാമരകളെ ഉഹദിന്റെ രണാങ്കണ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു.
ഓ പ്രിയപ്പെട്ട പൊന്നുമോ നുമാനും സലീമും എന്ന് പറയുന്ന രണ്ട് പൊന്നുമക്കളെ അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധരണ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. കുറെ നേരം കഴിഞ്ഞപ്പോ രണ്ട് പൊന്നുമക്കളും ഷഹീദായി പോയിരിക്കുകയാണ്. ആകെയുള്ള രണ്ട് മക്കളും വഫാത്തായി പോയിരിക്കുകയാ. ആ നേരത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുത്തേക്ക് നുമാനിന്റെയും സലീമിന്റെയും ആ ശുഹദാക്കളുടെ ശരീരം ആ മനോഹരമായ ജനാസ കടന്നു വരുമ്പോ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, റബ്ബേ ഈ രണ്ട് മക്കളെ കൊണ്ട് എനിക്ക് ദുനിയാവിൽ നീ ഷഹാദത്ത് കലിമ ഷഹാദത്തിന് അവസരം കൊടുത്തുവെങ്കിൽ അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാ. ഈ രണ്ട് മക്കള് കാരണം നീ സ്വർഗം തരണേ അല്ലാ. ആ പ്രിയപ്പെട്ട മഹതി സന്തോഷമാ. ആ പ്രിയപ്പെട്ട മഹതി സന്തോഷം അനുഭവിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട രണ്ട് പൊന്നോമനകൾ മരിച്ചപ്പോ ആദ്യം സങ്കടം വന്നുവെങ്കിലും പിന്നീട് മനസ്സിനകത്തേക്ക് ആനന്ദം വരിക. കാരണം എന്തേ? അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ പ്രിയപ്പെട്ട മക്കള് ഷഹീദായത്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ആർജവും ഊർജവുമാണ് നമ്മൾക്ക് വേണ്ടത്. എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴേക്ക്, എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഓർക്കണേ ഉമ്മ, ബഹുമാനപ്പെട്ട റംല റളിയല്ലാഹു തആല അൻഹയുടെ കഥയറിയോ? ആ പ്രിയപ്പെട്ട റംല റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. പ്രിയപ്പെട്ട റംലയും ഭർത്താവും ദീനിലോട്ട് കടന്നു വന്നപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരുപാട് ക്രൂരമായ ഒരുപാട് മർദ്ദനങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട റംല റളിയല്ലാഹു തആല അൻഹയെയോ ആ പ്രിയപ്പെട്ട ഭർത്താവിനെയും ആക്രമിക്കാൻ തീരുമാനിക്കുകയാണ്. കൊടിയ മർദ്ദനം നടന്നപ്പോ ഹബശയിലേക്ക് ഹിജ്റ പോകുന്ന സംഘത്തോടൊപ്പം റംല റളിയല്ലാഹു തആല അൻഹ ഉമ്മു ഹബീബ എന്നാണല്ലോ ചരിത്രത്തിൽ അറിയപ്പെടുക. ആ പ്രിയപ്പെട്ട പെങ്ങളും പ്രിയപ്പെട്ട ഭർത്താവും ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഒരു സ്വപ്നം കാണുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, പാതിരാവിന്റെ സമയത്താണ് സ്വപ്നം കാണുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആയക്കടലിൽ ലക്കും ലകാരമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞു നിൽക്കുകയാണ്. എന്റെ ഭർത്താവിന് വല്ലാത്ത പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്വപ്നം കണ്ടപ്പോ വല്ലാതെ പേടിച്ചു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലക്ഷ്യബോധമില്ലാതെ പാതിരാത്രിയുടെ സമയത്ത് കടലോലത്ത് അലഞ്ഞു തിരിയുന്നത് സ്വപ്നം കാണുമ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല കരഞ്ഞു പോവുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആ സ്വപ്നം അങ്ങ് യാഥാർത്ഥ്യമാവുകയാ. ബീവി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവും അല്ലാഹുവിന്റെ ദീനങ്ങ് വിട്ടറിയുകയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല ഈ ആ നാട്ടിലുള്ള ശത്രുക്കൾ ഒരുപാട് മർദ്ദനം നടത്തിയപ്പോഴും ഞാൻ എന്റെ ദീന് വെടിയൂല, ഞാൻ എന്റെ ദീന് വലിച്ചെറിയൂല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയാ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് ക്രിസ്ത്യാനിയായപ്പോ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട മഹദി തീരുമാനിക്കുകയാണ്, ഞാനെങ്ങാനും മക്കയിലേക്ക് പോയാ, ഏകാന്തയായി ഞാൻ മക്കയിലേക്ക് പോയാ പ്രയാസമാ, എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ക്രിസ്ത്യാനിയാകേണ്ടി വരുമല്ലോ, മക്കയിലേക്ക് പോയാൽ കൊടിയ മർദ്ദനം കിട്ടുമല്ലോ, ഞാൻ മക്കയിലേക്ക് പോകുന്നില്ല, ഹബശയിൽ തന്നെ തങ്ങുകയാണ്, പട്ടിണിയും പ്രയാസവും പരിവട്ടവുമായിട്ട്. ഓ പ്രിയപ്പെട്ട പൊന്നുമോൾ, അല്ലാഹുവിന്റെ ദീൻ വെടിയൂല എന്ന് ഉച്ചൈസ്ത്രം പ്രഖ്യാപനം നടത്തി ഹബശയിൽ അങ്ങ് തങ്ങുമ്പോ പിറ്റേന്ന് സുബ്ഹാനല്ലാഹ് വീടിന്റെ ഡോർ തുറന്നപ്പോ, പ്രഭാതമായപ്പോ വീടിന്റെ ഡോർ, കുടിലിന്റെ ഡോർ തുറന്നപ്പോ നജ്ജാശി രാജാവിന്റെ അടിമ ഓടി വരികയാണ്. നജ്ജാശി രാജാവിന്റെ ഹബശയിലെ രാജാവായ നജ്ജാശിയുടെ പ്രിയപ്പെട്ട അടിമപ്പെണ്ണ് വന്നുകൊണ്ട്, പ്രിയപ്പെട്ട ഉമ്മു ഹബീബ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ടല്ലോ,
എന്താണ് സന്തോഷ വാർത്ത? എന്താ സന്തോഷ വാർത്ത? നിങ്ങളെ കല്യാണം കഴിക്കാൻ ഈ ലോകത്തിന്റെ നായകരായ മദീനയുടെ മണവാളനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിനേക്കാൾ എനിക്ക് പ്രിയമുള്ളോര്, റൂഹിനേക്കാൾ എനിക്ക് വിലയുള്ളോര്, നഫ്സിനേക്കാൾ എനിക്ക് വിലയുള്ളോര്, റൂഹിനേക്കാൾ എനിക്ക് മധുവുള്ളോര്, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ് സത്യ നീലാവൊളി നൂറുള്ള എന്റെ ഹബീബിന്റെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുകയോ? ഞാൻ എന്റെ കരളിന്റെ കഷ്ണമായി കാണുന്ന മദീനയുടെ നിലാവിന്റെ ഭർത്താവാകാൻ പോവുകയാണോ? റബ്ബിന് വേണ്ടി ക്ഷമിച്ചു പോയൊരു പെങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. അതിലും വലിയ പ്രതിഫലം എന്താ? അതിലും വലിയ സൗഭാഗ്യം എന്താ? ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവായിട്ട് കടന്നു വരുന്നതാരാ? അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സമ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഓരോ നോട്ടമുണ്ടല്ലോ, പെണ്ണിനെ കാണുമ്പോ നോക്കിപ്പോയാ, ആണിനെ കണ്ട് ആസ്വദിച്ചു പോയാ, ഫോണിനകത്ത് വൃത്തികേടുകൾ കണ്ട, ഇന്ന സമ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അള്ളാന്റെ മുമ്പിൽ കാലെടുത്തു വെക്കാൻ പറ്റില്ല മോനെ. റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കപ്പെടുന്ന സംഗതികളാണ് ഇതൊക്കെ. കണ്ണാരുലേക്കൊക്കെയാണ് നോക്കിയിട്ടുള്ളത്, കാതിൽ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പാതിരാത്രിയുടെ സമയത്ത് ഇയർഫോൺ വെച്ചുകൊണ്ട് മ്യൂസിക് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നവരെ ഇന്ന് രാത്രി മാറ്റണേ. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എത്രയെത്ര മദ്ഹ് ഗാനങ്ങളുണ്ട് മോനെ. അള്ളാന്റെ റസൂലിന്റെ മനോഹരമായ മുഞ്ചു വർണ്ണിക്കുന്ന എത്രയെത്ര ഗാനങ്ങളുണ്ട്. മുഞ്ചിൽ വിരിഞ്ഞൊരസർമുല്ല നബി മണ്ണ് മദീന മറന്നില്ല, കണ്ണാടങ്ങെന്നരുളിയടഞ്ഞവർക്കേകിയ വാക്കു മറന്നില്ല. തൊലൽ ബദറു ഉയർന്നിടുന്നേ, തൊയ്ബ മണ്ണും പുളകിതമേ, മംഗളങ്ങൾ പാടിയവരെതിരേറ്റ് അന്ന് മദ്ഹലക്കോർത്തവർ മാലയിട്ട്, നിര നിര വഴികളിൽ മകരികമേ, ധ്വനിസ്വരലയപാതിൽ മുഖരിതമേ, അനുനയ മഹ്മദിൽ പൂണ്ടവര്, അകക്കരളിലെ ഈമാൻ തീർത്തവര്, നെഞ്ചിൽ വിരിഞ്ഞൊരസർമുല്ല നബി മണ്ണു മദീന മറന്നില്ല, കണ്ണാടങ്ങെന്നരുളിയണഞ്ഞവർക്കേകിയ വാക്കു മറന്നില്ല. ഹബീബിന്റെ മനോഹരമായ മദ്ഹിന്റെ ഗീതങ്ങളുണ്ടല്ലോ, അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിന്റെ കാതിനത് ഹർഷപുളകിതമാവട്ടെ. റബീന്റെ വസന്തമാണല്ലോ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സിനിമാ പാട്ടുകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട്, മ്യൂസിക് ചെവിയിൽ വെച്ചുകൊണ്ട്, ഹറാം കേട്ടുകൊണ്ട് ആ അവസ്ഥയിൽ റബ്ബിലേക്ക് പോകേണ്ടി വന്നാൽ അല്ലാഹുവേ പ്രയാസമാണല്ലോ, നൊമ്പരമാണല്ലോ. ആ വൃത്തികെട്ട സംഗീതത്തിന്റെ സദസ്സിലേക്ക്, ആ സംഗീതം പെയ്തിറങ്ങുന്ന കാതുകളിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടായിരിക്കില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. ഓരോ ദിവസങ്ങളും ഗൾഫ് നാടുകളിൽ നിന്നും അതുപോലെ റോഡിന്റെ തെരുവോരങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്ത എന്താ? 20കാരൻ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോയിരിക്കുകയാ. 24 വയസ്സുള്ള, 30 വയസ്സുള്ള, 35 വയസ്സുള്ള ചുറുചുറുക്കുള്ള യുവാക്കൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പുതിയ കടവിലുള്ള ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്ങന്മാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? റബ്ബിലേക്ക് തിരിഞ്ഞു നടന്നോ? ഉമ്മമാരെ, ഉപ്പമാരെ, റബ്ബിലേക്ക് തിരിഞ്ഞു നടന്നോ? എമ്പാടും മഹദിമാരുടെ കഥ നമ്മൾ പറഞ്ഞതതിനാ. അതുകൊണ്ട് കൽബിനകത്തുള്ള വൃത്തികെട്ട ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവേ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണേ ഉമ്മ. മഹാനായ
മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രയാസമായി, വല്ലാത്ത സങ്കടമായി, മഴ കിട്ടുന്നില്ല, വരൾച്ചയായി, എല്ലാവിധ ജീവജാലങ്ങളും ചത്തൊടുങ്ങി പോകുകയാണ്. ആളുകളെല്ലാം മൂസ നബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മൂസ യാ മൂസ, മഴയില്ലല്ലോ മൂസ, ഞങ്ങളുടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുകയാ, ഞങ്ങളുടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുകയാണ്, പട്ടിണിയാണ്, കൃഷികളെല്ലാം മുടങ്ങിപ്പോയിരിക്കുകയാണ്, ഒരുപാട് നാളായല്ലോ മഴ കിട്ടിയിട്ട്, അല്ലാഹുവിലേക്കൊന്ന് മഴ കിട്ടാൻ ദുആ ചെയ്യണേ. മൂസാ നബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഗ്ഫിനാ, اللهم اسقنا غيثا مغيثا هنيئا مريئا اللهم اسقنا الغيث فلا تجعلنا من القانتين അല്ലാഹുവേ നിന്റെ അനുഗ്രഹമായ മഴ നൽകണേ അല്ലാഹ്. മൂസ നബി അല്ലാഹുവിലേക്ക് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല, മഴ കിട്ടുന്നില്ല, പ്രയാസമാണ്. പിന്നീടും ആളുകൾ പരാതി പറഞ്ഞു, മൂസ വല്ലാത്ത പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, മഴയില്ലല്ലോ, നിങ്ങളുടെ ജീവജാലങ്ങൾ ചത്തൊടുങ്ങി, കൃഷികളെല്ലാം നശിച്ചു പോയി, എന്ത് ചെയ്യും മൂസ, ഒന്ന് പറയണേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നേരത്ത് അനുയായികളെ മുഴുവനും വിളിച്ചു വരുത്തുകയാണ്. മഴ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാഹു പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ, ഇസ്തിസ്കാ നമസ്കാരം നടത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് മഴ തേടിയിട്ടുള്ള നിസ്കാരമുണ്ട്, ഇസ്തിസ്കാ നമസ്കാരം. ആ നിസ്കാരം നടത്തിയിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. വലിയൊരു മൈതാനത്ത് എല്ലാവിധ ആളുകളും ഒരുമിച്ച് കൂടുകയാ, എല്ലാവിധ ആളുകളും ഒരുമിച്ച് കൂടുകയാണ്. റബ്ബി മഴ തരണേ അല്ലാ, ഫർസിലി സമാ അലൈനാ മിദ്റാറാ, മഴ തരണേ അല്ലാ. 12,000 വരുന്ന അനുയായികളൊക്കെ ഒരുമിച്ച് കൂടി മൂസ നബി അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. അല്ലാഹു ചോദിച്ചു, മൂസ നബിയോട് ചോദിച്ചു, വകൈഫ് വഫീകും റജുലുൻ യുജാബിറുനി ഫീ മഅസിയാ മുൻദു 40 സന. മൂസ നബിയേ, 40 കൊല്ലമായി തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, 40 കൊല്ലമായി എന്നെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാൾ ഈ സംഘത്തിലുണ്ട്. ആ മനുഷ്യൻ പുറത്തു പോയാനല്ലാതെ മഴ തരാൻ പറ്റില്ല മൂസ. 12,000 വരുന്ന അനുയായികൾ ആളുകളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുമ്പോ മൂസ നബിയോട് റബ്ബ് പറയാ, ഈ 12,000 വരുന്ന ആളുകൾക്കിടയിൽ ആ തെറ്റ് ചെയ്ത് 40 കൊല്ലമായി കള്ളുകുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് കൂത്താടി നടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സംഘത്തിൽ നിന്ന് പുറത്താക്കിയാലല്ലാതെ എന്റെ കാരുണ്യത്തിന്റെ, എന്റെ റഹ്മത്തിന്റെ മഴ നിങ്ങൾക്കില്ല മൂസ. ആ നേരത്തെ സങ്കടത്തോടെ മൂസാ നബി റബ്ബിനോട് ചോദിക്കുകയാണ്, മൂസാ അല്ലാ, എങ്ങനെയാണ് ഞാൻ ആളെ കണ്ടെത്തുക? 12,000 വരുന്ന ആളുണ്ടല്ലോ ഈ സംഘത്തിൽ നിന്ന്, എങ്ങനെയാ ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നത്? അല്ലാഹുവേ ഒരു വഴി പറഞ്ഞു തരണേ റബ്ബേ. അല്ലാഹു പറയാണ്, മൂസ നബിയെ നിങ്ങൾ അങ്ങ് പറഞ്ഞേക്കണേ. മൂസ നബി പറഞ്ഞു, റബ്ബേ എന്റെ ശബ്ദം ബലഹീനമാണല്ലോ, 12,000 വരുന്ന ആളുകൾക്കിടയിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? അല്ലാഹു പറഞ്ഞു, മൂസ നിങ്ങൾ ഉറക്കി അങ്ങ് വിളിച്ചു പറഞ്ഞേക്കണേ, എല്ലാവരുടെ കാതിലേക്കും എത്തിക്കുന്നത് ഞാനാണല്ലോ, അത് ഞാൻ നിറവേറ്റും മൂസ. മൂസാ നബി ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ 40 കൊല്ലമായി റബ്ബിനെ മറന്നുകൊണ്ട് കൂത്താടി നടക്കുന്ന ഒരാളുണ്ട്, ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് സംഘത്തിൽ നിന്ന് പുറത്തു പോകണേ. അതങ്ങ് പറഞ്ഞപ്പോ ആ 12,000 വരുന്ന ആളുകൾക്കിടയിൽ 40 കൊല്ലം തെറ്റ് ചെയ്ത ആ മനുഷ്യൻ അദ്ദേഹം വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുകയാണ്. ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ലല്ലോ.
ആരും പോണില്ലല്ലോ, ഇത് ഞാൻ തന്നെയാണല്ലോ. അല്ലാഹുവേ, ഈ നേരത്ത് ഞാൻ ഈ സംഘത്തിൽ നിന്ന് പുറത്തു പോയാൽ ആളുകൾക്കിടയിൽ ഞാൻ നാണം കെടുമല്ലോ. എന്റെ ഉമ്മയുണ്ട്, എന്റെ ഉപ്പയുണ്ട്, എന്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, നാട്ടുകാരുണ്ട്, നാട്ടുകാരികളുണ്ട്. അവരെ കൂട്ടത്തിൽ ഞാൻ നാണം കെടുമല്ലോ, അവരെ കൂട്ടത്തിൽ ഞാൻ പ്രയാസമാകുമല്ലോ. എനിക്കത് നാണക്കേടാണ് റബ്ബേ.